വിടുവായത്തങ്ങൾ എന്ന് പറഞ്ഞ് ലോകം ബഹുമാനിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് തോമസ് ഐസക് മുന്നോട്ട് വെച്ച വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ഒന്നുണ്ട്. സ്വന്തം സംസ്ഥാനത്തെ മുങ്ങിക്കപ്പലിന് സമാനമായ കടക്കണിയിലെത്തിച്ച ഒരു സാമ്പത്തിക വിദഗ്ധന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കിയവർ ഇന്ന് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് കേവലം ഒരു രാഷ്ട്രീയ തമാശ തന്നെയല്ലേ? നരേന്ദ്രമോദി നടത്തിയ വിമർശനങ്ങളെ വിടുവായത്തങ്ങളെന്ന് പരിഹസിക്കുന്നതിന് മുമ്പ് സ്വന്തം സംസ്ഥാനമായ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന അനിയന്ത്രിതമായ കടക്കെണിയെക്കുറിച്ചും ചോർന്നു പോകുന്ന നികുതി വരുമാനത്തെക്കുറിച്ചും അദ്ദേഹം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുമ്പോൾ ആ നേട്ടങ്ങളെ ഇരുട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന ഐസക്കിന്റെ വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ചിലർ എപ്പോഴും പഴയ കണക്കുകളിലും രാഷ്ട്രീയ അന്ധതയിലും കുടുങ്ങി പഴയ ഭരണകാലത്തെ മൊഴിമുത്തുകൾ വീണ്ടും ഉരുവിടുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം തല ഉയർത്തി മുന്നോട്ട് കുതിക്കുകയാണ്. രൂപയുടെ മൂല്യത്തെക്കുറിച്ചുള്ള ചില വ്യാജ പ്രചാരണങ്ങൾ സത്യത്തിൽ നിന്നും എത്രമാത്രം അകലെയാണെന്ന് നമുക്കറിയാം. ലോകം ഇന്ന് ഇന്ത്യയെ നോക്കുന്നത് അത്ഭുതത്തോടെയാണ്. വെറും 10 വർഷം കൊണ്ട് ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. ഈ നേട്ടം യാദൃശികമല്ല. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പരിഷ്കാരങ്ങളുടെയും ഓരോ സാധാരണക്കാരന്റെയും പ്രയത്നത്തിന്റെയും ഫലം കൂടിയാണ്. എന്നാൽ ഈ വികസന വെളിച്ചം കാണാൻ കഴിയാത്ത ചില കോണുകളുണ്ട്. രൂപയുടെ മൂല്യത്തകർച്ചയെക്കുറിച്ച് സംസാരിച്ച് പഴയ വിടുവായത്തങ്ങൾ ഉദ്ധരിക്കുന്ന വിമർശകർ യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെയാണ് ഇരുട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒരു വിമർശനം കേൾക്കുന്നു. കോൺഗ്രസ് ഭരണകാലത്തെ രൂപയുടെ വിലയിടിവിനെ കുറിച്ച് പരിഹസിച്ച മോദി എവിടെ പോയി? ഈ ചോദ്യം ഉയർത്തുന്നവരോട് നമുക്കൊരു മറു ചോദ്യമുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ശക്തിയെ അളക്കേണ്ടത് വെറും വിനിമയ നിരക്ക് മാത്രമാണോ? ലോകം മുഴുവൻ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുമ്പോൾ വിദേശ നാണയ കരുതൽ ശേഖരം ഏറ്റവും ഉയർന്ന നിലയിൽ നിലനിർത്തി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7% കടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഇപ്പോഴും പഴയ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്? ഐസക്, നിങ്ങൾ സംസാരിക്കുന്ന രൂപയുടെ വിലയിടിവ് എന്നത് ഒറ്റപ്പെട്ട ഒരു ഇന്ത്യൻ പ്രതിഭാസമല്ല. ഇത് ഡോളറിന്റെ ആഗോളപരമായ ശക്തി വർദ്ധിച്ചതിന്റെ ഫലമാണ്. ലോക സാമ്പത്തിക ശക്തികൾ പോലും ഇന്ന് ഈ പ്രതിസന്ധി നേരിടുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ കറൻസികളായ ജപ്പാനീസ് യെൻ, യൂറോ എന്നിവയുടെ മൂല്യ തകർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപ മറ്റ് വികസിത രാജ്യങ്ങളുടെ കറൻസികളെക്കാൾ മികച്ച നിലയിലാണ് എന്നത് എന്തുകൊണ്ട് നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കുന്നു? മോദി സർക്കാർ രൂപയുടെ മൂല്യ തകർച്ചയെ നിയന്ത്രിക്കുന്നത് കേവലം പ്രസ്താവനകൾ കൊണ്ടല്ല, മറിച്ച് സാമ്പത്തിക അടിത്തറ ശക്തമാക്കിക്കൊണ്ടാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിദേശ നാണയ കരുതൽ ശേഖരം ഇന്ത്യക്കുണ്ട്. നിങ്ങൾ ഭരിച്ച സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സാമ്പത്തിക അച്ചടക്കം രാജ്യത്തിന് എത്രമാത്രം കരുത്താണ് നൽകിയതെന്ന് വ്യക്തമാകും. ഇന്ത്യയുടെ ഈ വളർച്ച വെറും കണക്കല്ല, അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങളിലൂടെയാണ് ഈ മുന്നേറ്റം സാധ്യമായത്. ഇത്തരം ഘടനാപരമായ പരിഷ്കാരങ്ങളെക്കുറിച്ചും അവ സാധാരണക്കാരന് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ചും സംസാരിക്കാതെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിരാശാജനകമാണ്. മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം രാജ്യത്തിന്റെ ഭൗതികമായ അടിസ്ഥാന സൗകര്യങ്ങളെ ഉടച്ചു വാർത്തതാണ്. വികസനം എന്നത് കേവലം നഗരങ്ങളിൽ ഒതുങ്ങുന്നില്ല. ദേശീയപാതകൾ ഓരോ ദിവസവും റെക്കോർഡ് വേഗത്തിൽ റോഡുകൾ നിർമ്മിക്കപ്പെടുന്നു. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഭാരത് മാല പദ്ധതി രാജ്യത്തിന്റെ ലോജിസ്റ്റിക് ചെലവ് കുറച്ചു. റെയിൽവേയുടെ ആധുനികവൽക്കരണം, വന്ദേ ഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകൾ. വികസനം റോഡുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് ജനങ്ങളുടെ ആരോഗ്യത്തിലും ക്ഷേമത്തിലും പ്രതിഫലിക്കണം. ആയുഷ്മാൻ ഭാരത്, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 50 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പരിരക്ഷ. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ പ്രതിരോധ ഉപകരണങ്ങൾ നമ്മൾ സ്വന്തമായി നിർമ്മിച്ചു. ലോകത്തിന്റെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. മോദി സർക്കാർ രൂപയുടെ മൂല്യത്തകർച്ചയെ നിയന്ത്രിക്കുന്നത് കേവലം പ്രസ്താവനകൾ കൊണ്ടല്ല, മറിച്ച് സാമ്പത്തിക അടിത്തറ ശക്തമാക്കിക്കൊണ്ടാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിദേശ നാണയ കരുതൽ ശേഖരം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ വളർച്ച വെറും കണക്കല്ല, അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങളിലൂടെയാണ് ഈ മുന്നേറ്റം സാധ്യമായത്. 2014 മുമ്പ് ഇന്ത്യ ലോകത്ത് ദുർബലമായ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തികളായി മാറി. GST, നികുതി സമാഹരണം വർദ്ധിപ്പിക്കുകയും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കൃത്യമാക്കുകയും ചെയ്ത ഈ പരിഷ്കാരം രാജ്യത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. ഡിജിറ്റൽ വിപ്ലവം, ചായക്കടക്കാരൻ മുതൽ കോടിക്കണക്കിന് ബിസിനസ്സുകൾ വരെ ഇന്ന് UPI ഉപയോഗിക്കുന്നു. ഇത് സുതാര്യതയും സാമ്പത്തിക ഉൾപ്പെടുത്തലുകളും ഉറപ്പാക്കി. ഇനി കേരളത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ കേരള മോഡൽ എന്ന് പറയും. ഉയർന്ന ജീവിത നിലവാരം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ആരോഗ്യം
എന്നാൽ ഈ സാമൂഹ്യ നേട്ടങ്ങൾക്കപ്പുറം കേരളത്തിന്റെ യഥാർത്ഥ വികസനം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? പ്രഖ്യാപനങ്ങളുടെ ആർഭാടത്തിൽ ഒളിപ്പിച്ചു വെച്ച യാഥാർത്ഥ്യങ്ങൾ ഇന്ന് നമ്മൾ ചോദ്യം ചെയ്യണം. സംസ്ഥാനം സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. സാമൂഹ്യ നേട്ടങ്ങൾ ഇന്നും നിലനിർത്തുമ്പോഴും പുതിയ വ്യവസായങ്ങളില്ലാത്ത കടക്കിണിയിലായ ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ്. ഒരു വശത്ത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് കണ്ണീരൊഴുക്കുമ്പോൾ മറുവശത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം ഐസിയുവിലാണ്. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കുന്നതിൽ ഒരു സുതാര്യതയുമില്ല. നികുതി വരുമാനം പാഴാക്കുകയും കടമെടുത്ത് ആഘോഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് സംസ്ഥാനം പിന്തുടരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ വികസന മാതൃകകൾ ഇന്ന് നമുക്ക് കെട്ടിപ്പിടിച്ച് സന്തോഷിപ്പിക്കാനുള്ള വക നൽകുന്നില്ല. കേരളത്തിന്റെ ഭാവി തലമുറയുടെ ചുമലിൽ ഭാരം കയറ്റിവെച്ച് താൽക്കാലികമായ കയ്യടി നേടുന്ന ഈ വികസന രീതി ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ ചർച്ചയുടെ അവസാനം നമുക്കൊരു സത്യം അംഗീകരിക്കേണ്ടതുണ്ട്. നിരാശയുടെയും പഴയ കണക്കുകളുടെയും രാഷ്ട്രീയ കണ്ണട വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഇരുട്ട് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ആ കണ്ണട മാറ്റിവെച്ച് യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറന്നാൽ ഇന്ത്യയുടെ വികസന കുതിപ്പ് പകൽ പോലെ വ്യക്തമാണ്. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക അച്ചടക്കവും അടിസ്ഥാന സൗകര്യ വികസനവും ആഗോളതലത്തിലുള്ള അംഗീകാരവും രാജ്യം നേടുന്നു. സാധാരണക്കാരന് നേരിട്ട് സഹായം എത്തുന്ന അഴിമതിക്ക് പഴുതില്ലാത്ത ഭരണ മാതൃകയാണ് അവിടെയുള്ളത്. എന്നാൽ നമ്മൾ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെയും നിക്ഷേപമില്ലായ്മയുടെയും ദുരിതത്തിലാണ്. വികസനം എന്നത് കേവലം കടമെടുത്ത് ആഘോഷിക്കാനുള്ള മാർഗമായി മാറരുത്. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിയാത്ത, വ്യവസായ സൗഹൃദമില്ലാത്ത ഒരു വികസന മാതൃകയെ നമ്മൾ ചോദ്യം ചെയ്യണം. കിഫ്ബി എന്ന മായാവി ഭാവി തലമുറയുടെ പേരിൽ വലിയ തോതിൽ കടമെടുത്താണ് കിഫ്ബി പദ്ധതികൾ നടപ്പിലാക്കിയത്. ഈ കടം തിരിച്ചടയ്ക്കാനുള്ള ശേഷി സംസ്ഥാനത്തിനുണ്ട്. വലിയ പലിശ നിരക്കിൽ കടമെടുത്ത് നടപ്പാക്കിയ പല പദ്ധതികളും ഗുണനിലവാരമില്ലാത്തതും പാതി വഴിയിൽ നിലച്ചു പോയതുമാണ്. സ്ഥിര വരുമാനമില്ലാത്ത ഒരു സ്ഥാപനം കടം വാങ്ങുന്നത് പോലെയാണ് സംസ്ഥാനം കിഫ്ബി വഴി പ്രവർത്തിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിലെ തകർച്ച. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിൽ നിന്നും വളരെ പിന്നിലാണ്. ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയുന്നില്ല. ഫലമോ തൊഴിലില്ലാത്ത യുവതലമുറ കേരളം വിട്ട് വിദേശത്തേക്ക് പോകുന്നു. ഇത് കേരളത്തിന്റെ ഭാവിക്ക് തന്നെ ഭീഷണിയാണ്. വിടുവായത്വങ്ങളുമായി മുന്നോട്ടു പോകാം, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് ആ പഴയ വാക്കുകളല്ല, മറിച്ച് പുതിയ ഇന്ത്യയുടെ വികസന കണക്കുകളും ആഗോളതലത്തിലെ സ്വാധീനവുമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.